അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാനിലെ ഓരോ ദിവസവും ഓരോ വിഷയവും നാം സംസാരിക്കുകയാണ്. ആദ്യത്തെ വിഷയം നീയത്ത് സ്വീകാര്യതയുടെ കരുത്ത് എന്ന വിഷയമാണ്. നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കപ്പെടുന്നത് നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. തീർച്ചയായിട്ടും അമലുകളെല്ലാം സ്വീകാര്യയോഗ്യമാകുന്നത് നീയത്തുകൾ കൊണ്ട് മാത്രമാണ്. ഓരോ മനുഷ്യനും അവനവന്റെ കർമ്മങ്ങൾ കൊണ്ട് എന്താണോ അവൻ നീയത്താക്കിയതെങ്കിൽ ആ കരുതിയത്, ആ നീയത്താക്കിയത് അവന് ലഭ്യമാകും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമ്മങ്ങൾ കൊണ്ട് അവൻ നീയത്താക്കേണ്ടത്, അവൻ ഉദ്ദേശിക്കേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അള്ളാഹുവിന്റെ പൊരുത്തമാണ്. ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസാ വബ്തുഗിയ ബിഹി വജ്ഹുഹു. തീർച്ചയായിട്ടും അല്ലാഹു തആല നിഷ്കളങ്കമായ അമലല്ലാതെ സ്വീകരിക്കുകയില്ല. കലർപ്പില്ലാത്ത അമല് അഥവാ ചെയ്യുന്ന അമലിൽ വേറെയൊന്നും ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിന്റെ പൊരുത്തമല്ലാതെ, നിഷ്കളങ്കമായിട്ടല്ലാതെ അമല് ചെയ്യുന്നില്ല. നിഷ്കളങ്കമായിട്ട് ചെയ്യുന്ന അമലുകൾ മാത്രമേ അള്ളാഹു തആല സ്വീകരിക്കുകയുള്ളൂ. വബ്തുഗിയ ബിഹി വജ്ഹു. ആ അമല് കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള അമലുകൾ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അപ്പൊ ഒരു കർമ്മം സൽക്കർമ്മമാകുന്നത്, ഒരു ഇബാദത്ത് സ്വീകാര്യയോഗ്യമാകുന്നത്, ഒരു അമല് പ്രതിഫലാർഹമാകുന്നത് നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നീയത്ത് നന്നാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഒരു അമല് അത് സ്വീകാര്യയോഗ്യമാവാതിരിക്കുന്നത് നീയത്ത് മോശമാകുമ്പോഴാണ്. നീയത്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അമല് സ്വീകാര്യയോഗ്യമാവുകയില്ല. ഇനി വലിയ അമലുകൾ ചെറുതായി മാറുന്നതും ചെറിയ അമലുകൾ വലിയ പ്രതിഫലാർഹമായി മാറുന്നതുമൊക്കെ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാള് ഹജ്ജ് ചെയ്തു, വലിയ അമലാണല്ലോ. പക്ഷെ ആ ഹജ്ജിന്റെ ഉദ്ദേശ്യം നാട്ടുകാരെ കാണിക്കാനാണ്, ഞാൻ വലിയ ഹാജിയാണെന്ന് പറയാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഹജ്ജിന് പ്രതിഫലം അവൻ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി മറിച്ച് ഒരാൾ ചെറിയൊരു നന്മ ചെയ്തു, വളരെ നിസ്സാരമായ നന്മ. പക്ഷെ ആ നന്മ ചെയ്യുന്ന സമയത്ത് അവന്റെ ഹൃദയം മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തമല്ലാതെ, പടച്ചവന്റെ പ്രീതിയല്ലാതെ വേറൊന്നും അവൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ആ ചെറിയ നന്മ ഒരുപക്ഷെ നാളെ മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും ഖനത്തോടെ തൂക്കപ്പെടുന്ന നന്മയായിട്ട് മാറും. നീയത്തനുസരിച്ച് ഇബാദത്തിന്റെ പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ടാകും. ഇപ്പൊ ഒരു 100 ആളുകൾ ഒരുമിച്ച് നിസ്കരിക്കുന്നു എന്ന് കരുതുക, 100 ആളുകൾ സ്വതക്ക കൊടുക്കുന്നു എന്ന് കരുതുക. പക്ഷേ ഓരോരുത്തരുടെയും നീയത്ത് വ്യത്യാസമായിരിക്കും. പലർക്കും പല ലക്ഷ്യങ്ങളായിരിക്കും. അവരുടെ നീയത്തിനനുസരിച്ച് ആ പ്രതിഫലത്തിൽ ഏറ്റ വ്യത്യാസമുണ്ടാവും. ഒരു 100 ആളുകൾ ഒരുമിച്ചിരുന്ന് ഒരു വിജ്ഞാന സദസ്സിലിരുന്നിട്ട് ഇൽമ് നുകരുകയാണ് എന്ന് കരുതുക. എല്ലാവരും കേൾക്കുന്നത് ഒരേ വിജ്ഞാനം, എല്ലാവരും ചെലവഴിക്കുന്നത് ഒരേ സമയം, എല്ലാവരും ഇരിക്കുന്നത് ഒരേ സ്ഥലത്ത്. പക്ഷേ ഈ 100 ആളുകൾക്കും പ്രതിഫലത്തിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം ഓരോരുത്തരുടെ നീയത്താണ്. എന്ത് നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ ഇൽമ് നുകരുന്നത് എന്നതാണ് അള്ളാഹുവിന്റെ നോട്ടം. പടച്ച റബ്ബിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണല്ലോ. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹുവിന്റെ നോട്ടം ഹൃദയങ്ങളിലേക്കാണ്. നമ്മുടെ നീയത്ത് എന്താണ് എന്നതാണ് പടച്ചവന്റെ നോട്ടം. റുബ്ബ അമലിൻ സഗീരിൻ തുഅല്ലിമുഹു നിയ്യതു വറുബ്ബ അമലിൻ കബീരിൻ തുസഗ്ഗിറുഹു നിയ്യതു. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്ന ചെറിയ ചെറിയ എത്ര അമലുകളാണ് നീയത്ത് അതിനെ മനോഹരമാക്കുന്നത്. ആ ചെറിയ അമലുകളെ ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും വലുപ്പമുള്ള ഇബാദത്തുകളാക്കി മാറ്റുന്നത് നീയത്താണ്. അതുപോലെ വറുബ്ബ അമലിൻ കബീരിൻ, എത്ര വലിയ വലിയ അമലുകളാണ് തുസഗ്ഗിറുഹു നിയ്യതു, നീയത്ത് ആ വലിയ അമലിനെ ചെറുതാക്കി കളയുന്നു. അപ്പൊ നീയത്താണ് പ്രധാനം എന്ന് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുക. നീയത്ത് നന്നായി കഴിഞ്ഞാൽ പതിവായി നമ്മൾ ചെയ്യുന്ന, ദൈനംദിനം ചെയ്യുന്ന കർമ്മങ്ങളെ നമുക്ക് ഇബാദത്തുകളാക്കി മാറ്റാൻ കഴിയും. ഉറക്കം നമ്മുടെ പതിവ് പ്രവർത്തനങ്ങളാണ്, നമ്മുടെ ആദത്താണ്.
ഭക്ഷണം നമ്മുടെ ആദത്താണ്, ജോലിക്ക് പോകുന്നത് നമ്മുടെ ആദത്താണ്. പക്ഷെ പതിവായി ചെയ്യുന്ന, ദൈനംദിനം ചെയ്യുന്ന വിശ്വാസിയാവട്ടെ അവിശ്വാസിയാവട്ടെ ആരും നിത്യേന ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ നിത്യേന പതിവായി ചെയ്യുന്ന, ആദത്തായി ജീവിതത്തിൽ കൊണ്ടുവരുന്ന കർമ്മങ്ങളെ സൽക്കർമ്മങ്ങളാക്കി നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന നന്മകളാക്കി മാറ്റാൻ വേണ്ടി കഴിയും. അതിനെന്ത് വേണം? നീയത്ത് നന്നാക്കണം, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാവണം. ചെയ്യുന്ന നന്മ ആഖിറത്തെ ഉദ്ദേശിച്ചുകൊണ്ടാവണം. വമൻ അറാദൽ ആഖിറ, ആഖിറത്തിനെ ഒരാൾ ഉദ്ദേശിച്ചാൽ അവന്റെ പ്രവർത്തനം കൊണ്ട്, അമലുകൾ കൊണ്ട് ആഖിറത്തെ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ പ്രതിഫലം കിട്ടണം, ആഖിറത്തിൽ ഇതുകൊണ്ട് ഉപകാരം കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ അമല് ചെയ്തു കഴിഞ്ഞാൽ ആ അമല് പ്രതിഫലാർഹമാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. നീയത്തിന്റെ ആ ഒരു മഹത്വം തിരിച്ചറിയാൻ നമ്മൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. അഥവാ ഒരാൾ ഒരു അമല് ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷേ അയാൾ ആ അമല് ചെയ്തില്ല, എന്നാൽ പോലും അയാൾക്ക് ആ അമല് ചെയ്തതിന്റെ പ്രതിഫലമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അമല് അയാൾ ചെയ്തില്ല, പക്ഷെ ആ അമല് ചെയ്തതിന്റെ പ്രതിഫലം അയാൾക്ക് കിട്ടും. എന്തുകൊണ്ട്? ആ അമല് ചെയ്യണമെന്ന് നിഷ്കളങ്കമായി അയാൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഫമൻ ഹമ്മ ബിഹസനതിൻ ഫലം യഅമൽഹാ കതബഹല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില. ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും പക്ഷെ ന്യായമായ കാരണത്താൽ ആ നന്മ ചെയ്യാൻ അയാൾക്ക് സാധ്യമാകാതിരിക്കുകയും ചെയ്താൽ കതബഹല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, പരിപൂർണമായ ഒരു പ്രതിഫലം, പരിപൂർണമായ നന്മ, ആ നന്മ ചെയ്തതിന്റെ പ്രതിഫലം അയാൾക്ക് അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോ ഒരു അമല് ചെയ്താലോ, فإن هو هم بها فعملها كتبها الله له عنده 10 حسنات إلى 700 ضعف إلى أضعاف كثيرة. നന്മ ചെയ്യാൻ അയാൾ ഉദ്ദേശിക്കുകയും ആ നന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലം, അതങ്ങനെ പോയി 700 ഇരട്ടി പ്രതിഫലം, അതിനേക്കാൾ അപ്പുറം ഇരട്ടിക്കുമേലിരട്ടി പ്രതിഫലമാണ് നന്മ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല നൽകുന്നത്. അപ്പോൾ ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷേ എന്തോ കാരണത്താൽ സാധ്യമായില്ല, എന്നാൽ പോലും അയാൾക്ക് പ്രതിഫലമുണ്ട്. അതാണ് നീയത്തിന്റെ പവർ. ഹദീസിൽ കാണാം, ഒരാൾക്ക് വിജ്ഞാനവും സമ്പത്തുമുണ്ട്, അങ്ങനെ അതനുസരിച്ച് അയാൾ സ്വതക്കകൾ ചെയ്തു, ഒരുപാട് നന്മകൾ ചെയ്തു. എന്നാൽ ഫഹാദാ ബി അഫ്ളലിൽ മനാസിൽ, അയാൾ ഉത്തമമായ പദവിയിലാണ്, ശ്രേഷ്ഠമായ പദവിയിലാണ് അയാൾ ഉള്ളത്. എന്നാൽ വേറൊരാൾ, അയാൾക്ക് വിജ്ഞാനമുണ്ട് പക്ഷേ സമ്പത്തില്ല, പക്ഷെ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ആ സമ്പന്നൻ സ്വതക്ക ചെയ്യുന്നത് പോലെ ഞാനും സ്വതക്ക ചെയ്യുമായിരുന്നു എന്ന് വളരെ നിഷ്കളങ്കമായി അയാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, അയാളുടെ നീയത്തിൽ അയാൾക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ, അയാൾക്ക് ആ നേരത്തെ സമ്പത്തുള്ളവൻ സ്വതക്ക ചെയ്താൽ എത്രയാണോ പ്രതിഫലം കിട്ടുന്നതെങ്കിൽ അത്ര തന്നെ പ്രതിഫലം ആ ഉദ്ദേശിച്ചവനും നീയത്തുള്ളവനും അള്ളാഹു നൽകുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാന്മാർ പറഞ്ഞൊരു വചനമുണ്ട്, നീയത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ നീയത്ത് അവന്റെ അമലിനേക്കാൾ ഉത്തമമാണ് എന്ന് മഹാന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്യന്തികമായി മനസ്സിലാക്കുക, നമ്മുടെ കർമ്മങ്ങളെ സൽക്കർമ്മങ്ങളാക്കുന്നത്, നമ്മുടെ സൽക്കർമ്മങ്ങളെ ഏറ്റവും പ്രതിഫലാർഹമാക്കുന്നത്, നമ്മുടെ കർമ്മങ്ങളെ ഒരുപക്ഷെ നിഷ്ഫലമാക്കുന്നത് എല്ലാം നീയത്തിന്റെ മാനദണ്ഡ പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ അമലുകൾ കൊണ്ട് നീയത്ത് നന്നാക്കണം. നീയത്ത് നന്നാക്കണം, അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടിയാവണം, പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയാവണം. അള്ളാഹു നമ്മുടെ നീയത്തുകളെ നന്നാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.